ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും അടിമത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ രാത്രിയിൽ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ കരുണയുടെ കരം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഈശോ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയാൽ വിടുതലും സൗഖ്യവും പ്രാപിക്കാൻ വേണ്ടി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഭയ്ക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമശക്തിയിൽ എല്ലാവിധ രോഗങ്ങളെ വിട്ടുമാറി പോട്ടെ. യേശുവിന്റെ രക്തശക്തിയാൽ തടസ്സങ്ങൾ നീങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറി പോട്ടെ. ബന്ധനം അഴിയട്ടെ. നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ കെട്ടുന്നവ കെട്ടപ്പെട്ടിരിക്കും. ഈ വചനത്തിലൂടെ അവിടെ നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച്, അപ്പോസ്തലിക സഭ നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാ വ്യക്തികളിൽ കുടുംബത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ രക്തശക്തിയാൽ നീങ്ങിപ്പോണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കൈകൾ കൊട്ടി യേശുവിന്റെ തിരു രക്തശക്തിയാൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശങ്ങളിലേക്കും എല്ലാ ദിശകളിലേക്കും യേശു രക്തം വ്യാപരിക്കട്ടെ. കടബാധ കെട്ട് കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ബന്ധം കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും യേശു രക്തശക്തി വ്യാപരിക്കട്ടെ. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. ഈശോയെ, 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 രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ കർത്താവേ. പാപാന്തത്തിൽ കഴിയുന്നത് കരുണയായിരിക്കണമേ കർത്താവേ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സന്നിധി ശാന്തമായി ഇരുന്ന് ഈ രാത്രിയിൽ ഓരോരുത്തരും ഹൃദയം നുറങ്ങി കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞു, എൻ്റെ അടുക്ക വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല.
ഈശോയുടെ അടുത്ത് വന്ന് ഓരോരുത്തരോടും ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അന്ധൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. കുളക്കരി കടന്നിരുന്നവൻ പറഞ്ഞു, കർത്താവേ, അനേക വർഷങ്ങളായി ഞാൻ ഇവിടെ കിടക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. എഴുന്നേറ്റ് വരാൻ ശക്തിയില്ലാതെ കുളക്കരി കടന്നവൻ്റെ അടുത്തേക്ക് ഈശോ ചെന്നു. കടൽ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി ഒന്നും കിട്ടാതെ അധ്വാന ഭാരവും നിരാശയുമായി കടൽ തീരത്തേക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരുക്കി കാത്തിരിക്കുന്ന ഈശോ നന്ദികേടും അവിശ്വസ്തതയും കാണിച്ച് ഈശോ പറഞ്ഞ വഴിയിൽ നിന്ന് മാറി ഉപേക്ഷിച്ച വേലയിലേക്ക് വീണ്ടും പോയി നിരാശയിൽ കഴിയുന്നവരെ തിരിച്ചു വരുമ്പോൾ കർത്താവ് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാണ്. അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഭക്ഷണമായി ഈശോ കടന്നു വരുന്നു, സ്നേഹമായി ഈശോ കടന്നു വരുന്നു. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ അടുത്തേക്ക് ഈശോ കടന്നു വരുന്നുണ്ട്. എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന വേദനയോടെ ഇരിക്കുന്നവരിലേക്ക് ഈശോ പറയുന്നു, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിന്റെ അടുത്ത് ഞാനുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞിനമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നല്ലിച്ചത് കർത്താവ്. റോമലേഖനം 8:32 തിരുവചനം. സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ പോലെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ഈ രാത്രിയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഏത് ദേശത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്ന് ശാലോമിൻ്റെ ജാഗരണ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളോട് ചേർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും, മനസ്സിൻ്റെ ദുഃഖങ്ങൾ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടുന്ന് ആരെയും തള്ളിക്കളയുകയില്ലല്ലോ. ഈശോയോട് പറയാനുള്ളതെല്ലാം പറയാം. എന്നെ സഹായിക്കാൻ ആരുമില്ലാന്ന നൊമ്പരം, എന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാരും മനസ്സിലാക്കുന്നില്ല എന്ന ദുഃഖം, ഞാൻ സ്നേഹിച്ചവരെന്നെ തള്ളിക്കളഞ്ഞു, എന്നെ അവഗണിച്ചു എന്നുള്ള വേദന, എത്ര അധ്വാനിച്ചിട്ട് എനിക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്നില്ലോ എന്ന നിരാശ, എൻ്റെ കർത്താവ് പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള നൊമ്പരം, ഈ രാത്രി അവിടുത്തെ സന്നദ്ധ ഹൃദയം തുറക്കുക. എൻ്റെ ഈശോയെ, ഹൃദയം നിറങ്ങിയ ഒരു കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവർക്ക് അവിടുന്ന് തൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടും. ആരുമില്ലാതെ ഏകനായി ഞാൻ നടന്നപ്പോ കർത്താവേ, സ്നേഹത്തിനായി ഞാൻ കൊതിച്ചു, സ്നേഹിതരെ തേടിയലഞ്ഞു. യേശുവേ, നിൻ മുൻപിൽ നിന്നു ഞാൻ കീണിടുന്നു. യേശുവേ, നൽകണേ നിൻ സ്നേഹസാന്ത്വനം. യേശുവേ, നിൻ മുൻപിൽ നിന്നു ഞാൻ കീണിടുന്നു. യേശുവേ, നൽകണേ നിൻ സ്നേഹസാന്ത്വനം. നിയമാവർത്തന പുസ്തകം 4-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ജീവിതത്തെ ബലമേൽപ്പിക്കാം. അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണല്ലോ. ഈ ഭൂമിയിൽ ആരും എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. എൻ്റെ ഈശോ അല്ലാതെ ആരും എനിക്ക് വേണ്ടി പാടുപെടുക സഹിച്ചിട്ടില്ലല്ലോ.
സ്നേഹം നുകരാത്തവൻ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും കൊടുക്കുക നുദരേ കർത്താവേ. മുറിവേറ്റവൻ ഞാൻ ഈശോ മദൻ സ്നേഹം നുകരാത്തവൻ ഞാൻ മകനേ എന്നൊരു വിളി ഞാൻ കൊതിച്ചു എന്നെ ആർക്കും വേണ്ട തമ്പുരാനേ മകളേ എന്നൊരു വിളി ഞാൻ കൊതിച്ചു എന്നെ ആർക്കും വേണ്ട തമ്പുരാനേ യേശുവേ നിൻ മുൻപിൽ നിന്നു ഞാൻ വീണിടുന്നു കരമുയർത്തി ഈശോയെ വിളിക്കുക. ഈശോയെ യേശുവേ നൽകണേ നിൻ സ്നേഹസാരം മനസ്സ് തുറന്ന് ഈശോയെ വിളിക്കുന്നു. ഈശോയെ യേശുവേ നിൻ മുൻപിൽ നിന്നു ഞാൻ കീഴിടുന്നു യേശുവേ നൽകണേ നിൻ സ്നേഹ സാന്ത്വനം കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യേശുവേ നിൻ മുൻപിൽ നിന്നു ഞാൻ കീഴിടുന്നു ഓരോ വ്യക്തികളും ഈശോയെ സന്ധിയിൽ ജീവിതത്തെ കൊടുക്കുക. അന്നന് കാഴ്ചയായി വന്നവൻ, വിശക്കുന്നതിന് ഭക്ഷണമായി വന്നവൻ, ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ശക്തിയായി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു വന്ന കർത്താവ് ഈ രാത്രിയിൽ എല്ലാ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ ഒരുമ്പോൾ നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല നരച്ചിത കർത്താവ്. പിതാവിൻ്റെ ഭവനം വിട്ട് സ്വന്തം വഴിയെ പോയി ധൂർത്തനായി തീർന്ന ധൂർത്തപുത്രന് വേണ്ടി വഴിക്കണ്ണോടെ കാത്തിരുന്ന പിതാവ് ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഈശോയെ ബാല്യം മറക്കാതെ മനസ്സിൽ കുറിച്ചിട്ട സഹനങ്ങളേകിയ സഹചരേറെ പൊട്ടിക്കരഞ്ഞിട്ടും ഏകനായി തീർന്നിട്ട് അനേകരെ ഈശോ സ്പർശിക്കുന്നു. കാലാകാലങ്ങളായി കഥത്തിലുള്ള വേദന ഈശോ എടുത്തു മാറ്റുന്നു. ബാല്യം മറക്കാതെ മനസ്സിൽ കുറിച്ചിട്ട ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹ കർത്താവ് വർഷിക്കുന്നു. സഹചരേറെ കരഞ്ഞിട്ടും ഏകനായി തീർന്നിട്ടും കേൾക്കാതെ കാണാതെ പോയവരെ കരങ്ങളുയർത്തി ഈശോയെ വിളിക്കുന്നു. നിൻ മുൻപിൽ നിന്നു ഞാൻ ലോകത്തെ വ്യത്യസ്ത ദിക്കുകളായി ശുശ്രൂഷ പറഞ്ഞ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ രോഗികൾ ഈശോയെ വിളിക്കുന്നു. ഈശോ സുഖപ്പെടുത്തു. യേശുവേ നിൻ നിന്നു ഞാൻ കീഴിടും കരങ്ങളുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ ഓരോരുത്തർ സ്വന്തം ജീവിതത്തിന് ആവശ്യങ്ങൾക്കാണ് പറയുക. ആത്മീയ മേഖലയിൽ ജീവിതത്തിലേക്ക് പോയി ഈശോയെ വിളിക്കുക. കടബാധ്യ ക്ലേശം ഈശോയെ വിളിക്കുക. മനസ്സ് തുടങ്ങിയ ഈശോയെ വിളിക്കുക. ശുശ്രൂഷ മേഖലയിൽ അഭിഷേകമാക്കി ഈശോയെ വിളിക്കുക. എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരൂ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരൂ. ഈശോയെ 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 യേശുവേ യേശുവേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് വികാരണ ഈശോയെ നോക്കി ഈശോയുടെ സന്നദ്ധിയിൽ ഒരിക്കൽ കൂടി ജീവിതത്തെ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ജാഗരണ പ്രാർത്ഥനയിലേക്ക് എഴുതി സമർപ്പിച്ച എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങളെ ആരംഭ കാലഘട്ടം മുതൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി അധ്വാനിച്ചുള്ള എല്ലാവരെയും ഓർക്കാം. സാമ്പത്തികമായി സഹായിച്ചവരെ, പ്രാർത്ഥിച്ചവരെ,
ഇപ്പോൾ ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായി വ്യത്യസ്ത മിനിസ്ട്രികൾ കൊണ്ട് അധ്വാനിക്കുന്നവരെ കർത്താവേ, ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ഉന്നതമായ അഭിഷേകം ഈ ഒരു മിനിസ്ട്രിയിലൂടെ ഞങ്ങളുടെ മേൽ വർഷിക്കുന്നവർ നന്ദി പറയുന്നു. സഭാജീർണതയിലേക്ക് പോകുമ്പോൾ ഒരു വശത്ത് അങ്ങയുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു മിനിസ്ട്രി അവിടുന്ന് എടുത്തുയർത്തുന്നത് കർത്താവെ നന്ദി പറയുന്നു. നേതൃത്വങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് നന്ദി പറയുന്നു. ഓരോ വർഷവും പുതിയ അഭിഷേക ശുശ്രൂഷ കർത്താവെ തുറക്കുന്നു നന്ദി പറയുന്നു. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുകയും ഈ ജാഗരണ പ്രാർത്ഥനയിൽ പ്രത്യേക നിയോഗമായി സമർപ്പിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവിലേക്ക് കൊടുക്കാം. എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങളെ കർത്താവിലേക്ക് കൊടുക്കാം. ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവര്, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, മഠങ്ങളിൽ കോൺവെന്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, ഇടപ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, കർത്താവ് ദേശത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായി ഈ രാത്രി ആരാധന പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ കരുണയായിരിക്കണം കർത്താവ്. പ്രത്യേകിച്ച് രോഗത്താ ക്ലേശിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവ്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച മാരക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, മരുന്ന് കഴിച്ച് മടുത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആശുപത്രിയിൽ കടന്നുകൊണ്ട് ശാലോമിന്റെ ശുശ്രൂഷയെ പങ്കെടുക്കുന്നതിനെ ഞങ്ങളെ ഓർക്കുന്ന കർത്താവ്, എല്ലാ രോഗികളുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കടന്നിട്ടണമേ കർത്താവ്. ഈശോയുടെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ വിട്ടുമാറാത്ത രോഗം വിട്ടുമാറി പോണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ കർത്താവ് കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യദായകനായ ഈശോയെ, ഈ രാത്രി അങ്ങയുടെ സ്ഥലത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുമേ രോഗികളുമേ കരുണയായിരിക്കണമേ. യേശു നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ രോഗികൾ വിടുതൽ പ്രാപിക്കട്ടെ. മനസ്സുള്ള എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ കർത്താവ്. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ കരങ്ങൾ കൂപ്പി പിതാവേ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നൽകണമേ സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കൈവശമില്ല. യേശു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ അപ്പസ്തോലരുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഈശ്വരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടി ഹൃദയം തുറക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സൗഖ്യം നൽകണമേ. യേശുവേ, സൗഖ്യം നൽകണമേ. കാര്യങ്ങൾ കോപ്പി സാധിക്കുന്നതെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ കരുണയെ ഏറ്റുപറയുകയാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രഭാഷണ പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. ഈ രാത്രിയിൽ വിശ്വാസം ദാനമായതിലേക്ക് കർത്താവ് നന്ദി പറയാം. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടായ്മയിൽ അംഗമായി തീരുവാൻ കർത്താവിനെ ഇടയാക്കി നന്ദി പറയാം. കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ച് വീണ്ടും ഈശോയുടെ സ്വന്തമായി തീർക്കുന്നവരോട് നന്ദി പറയാം. തള്ളിപ്പറഞ്ഞ പത്രോസിനെ മാർപ്പാപ്പിയായ കർത്താവ്, പാപിനിയെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കർത്താവ്, അതേ കർത്താവ് നമ്മളെയും വിശുദ്ധീകരിക്കും. ഈ രാത്രിയിൽ ദിവികാരണീശോയെ നോക്കി കർത്താവിനോട് പറയാം, കർത്താവെ, ഞങ്ങളുടെ യോഗ്യതയല്ല,
ഞങ്ങളുടെ വിശുദ്ധിയോ ഞങ്ങളുടെ അധ്വാനമോ ഒന്നുമല്ല. അങ്ങയുടെ കരുണയാണ് ഞങ്ങളെ ഇത്രയും വലുതാക്കി ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ വാത്സല്യം മാത്രം ഞങ്ങളെ വഴി നടത്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ജീവിതം മുഴുവൻ അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കുവാൻ. ജീവിത സായാഹ്നത്തിൽ ദാവീദ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആടിനെ മേയിച്ച് നടന്ന ദാവീദിനെ അവിടുന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി ഉയർത്തി. അങ്ങിത്രത്തോളം കരുണ കാണിക്കാൻ ഞാനും എൻ്റെ ഭവനും എന്താണ് കർത്താവേ? ഇത്രയും നാളെ കരുണ കാണിച്ച, ഇത്രയും കാലം നമ്മളെ വഴി നടത്തിയ കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് ദിവ്യകാരണ ഈശോയെ നോക്കി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഈശോയെ, നിൻ വാത്സല്യമെന്നെ വളർത്തി, കർത്താവേ, കാരുണ്യമെന്നെ ഉയർത്തി, പിരിയാതെ എന്നെ പൊതിയുന്ന സ്നേഹമായി നീ കൂടെ ഉണ്ടായിരുന്നു. പിരിയാതെ എന്നെ പൊതിയുന്ന സ്നേഹമായി നീ കൂടെ ഉണ്ടായിരുന്നു. യേശുവേ, 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 നന്ദിയോടോർക്കുന്നല്ല നാദ ഇന്നലെ എന്ന പോലെ, നന്ദിയേകിടുന്നു ഞാൻ നാദ നീ തന്ന നന്മകൾക്കായി. നന്ദിയോടോർക്കുന്നു ഞാൻ നാദ ഇന്നലെ എന്ന പോലെ, നന്ദിയേകിടുന്നു ഞാൻ നാദ നീ തന്ന നന്മകൾക്കായി. കഴിഞ്ഞ കാലങ്ങളെ കർത്താവ് നടത്തിയ വഴികളെ ഓർക്കാം. അമ്മയുടെ ദുരിതരുവായപ്പോൾ മരണം വഴി വേർപിരിഞ്ഞു പോയ അനേക കോടി ജനങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. വിശ്വാസമുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളെ മക്കളായി ജീവിക്കാൻ കർത്താവ് അവസരം തന്നു. വിശ്വാസമുള്ള കുടുംബത്തിൽ അംഗമാകാൻ കർത്താവ് ഇടയാക്കി. എല്ലാ കർത്താവിൻ്റെ കരുണയാണല്ലോ. തിരിച്ചറിവ് നൽകണമേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ജീവിതം മുഴുവൻ ഈശോയുടെ സന്നിധിയിൽ സാക്ഷിയായി ജീവിക്കുവാൻ, അവിടുത്തെ കാരുണ്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിതം കൊണ്ടും മരണം കൊണ്ടും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ, ഈ ജീവിതത്തിന് അവസാനം നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ. ഒരു ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തി അവൻ എന്ത് പ്രയോജനം? ആത്മാർത്ഥയുടെ കർത്താവിനെ പ്രാർത്ഥിക്കാം. വേലക്കാരി പെണ്ണിന് മുമ്പ് തള്ളി പറഞ്ഞ പത്രോസ് കുരിശിൽ മരിച്ചപ്പോഴും അവന് ഭയമുണ്ടായിരുന്നില്ല. കാരണം ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് നിത്യത പത്രോസിൻ്റെ മുൻപിൽ തെളിഞ്ഞു നിന്നിരുന്നു. കല്ലേറ് കൊണ്ട് ചതഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും എസ്തബനസിൻ്റെ മുഖം പ്രകാശിതമായി. കാരണം അവൻ ഈ ലോകത്തിലെ കല്ലുകളിലേക്കല്ല നോക്കിയത്, സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർത്തി. സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവർക്ക് മാത്രമാണല്ലോ ഈ ഭൂമിയിലെ ഞെരുക്കങ്ങൾക്കും അപ്പുറത്തേക്ക് നോക്കാൻ വേണ്ടി പറ്റുക. സാധ്യതയല്ല ഈശോയെ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ജാഗരണ പ്രാർത്ഥന എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഭവനങ്ങളിലായിരിക്കുന്നവർ, എവിടെയാണെങ്കിലും നിങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നിങ്ങളുടെ നിയോഗം കൊടുക്കുക. ഓരോ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുന്നു. ഓരോ വാക്ക് നിന്റെ നാവിൻ തുമ്പി എത്തുന്ന മുമ്പേ അവിടുന്ന് അത് അറിയുന്നുണ്ട്. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 16:23-24 ഈശോ പറഞ്ഞു, ഇതുവരെയും നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതോടെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ശാലോമിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാലോമിനോടുള്ള അവിടുത്തെ എല്ലാ സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നതിനെ കർത്താവ് ഞങ്ങൾ ഓർക്കുന്നു. ഇതിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഓർക്കുന്നു. ശാലോമിലെ എല്ലാ ഉപകാരികളെ ഓർക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, യേശുനാമത്തിൽ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ വംശങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകം വർഷിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശകളിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി നമ്മളെ തന്നെ സമ്പൂർണമായി ഈശോയിലേക്ക് കൊടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സമ്പൂർണമായി സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും.